പ്രൈസ് ലോർഡ്. ഹൗ ഗോഡ് വർക്ക്സ്, ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അഥവാ ദൈവത്തിൻ്റെ വഴികൾ എന്തൊക്കെയാണ്, ദൈവത്തിൻ്റെ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ കുറച്ച് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ കണ്ടു, ഇന്ന് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടത് ദൈവം പ്രവർത്തിക്കുന്നത് ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഗ്ലോറി വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദൈവം ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഫോർ അവർ ഓൺ ഗുഡ്നസ്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ദോഷമായി തീരാതിരിക്കാൻ, ഒരു ഹേർട്ട് ആവാതിരിക്കാൻ, ദ്രോഹമാവാതിരിക്കാൻ, തോറ്റുപോവാതിരിക്കാൻ ഒക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കൽ രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഒരു ചെറിയ കുട്ടി ഒരു അപ്പനോട് കത്തി ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൻ കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അപ്പനറിയാം കുട്ടി അത് ഹേർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് കത്തിയുടെ ആവശ്യമില്ല എന്നുള്ളത്. അപ്പം ഇതേപോലെ തന്നെയാണ് ദൈവത്തിന് ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അറിയുന്നത് നമ്മുടെ അപ്പനാണ്. അപ്പോൾ ദൈവത്തിന് അറിയാം അത് നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് ആ ഒരു ബ്ലെസ്സിങ് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള മെച്യൂരിറ്റി ആയിട്ടില്ല, അപ്പോൾ ടൈം ആയിട്ടില്ല, അല്ലെങ്കിൽ നമുക്കത് ഹേർട്ട് ആവാം, നമുക്കത് ദോഷമാവാം എന്നുള്ളത്. അപ്പോൾ ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ദൈവം പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ ചില കാര്യങ്ങൾ ദൈവം നമ്മളോട് നോ പറയുക അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എല്ലാ ജെന്യുവൻ ആയിട്ടുള്ള പ്രാർത്ഥനയ്ക്കും ഒരു റെസ്പോൺസ് ഉണ്ട്, ദൈവം അതിനുള്ള ഒരു റിപ്ലൈ തരും. പക്ഷെ ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ ആ റെസ്പോൺസ് നോ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരാളോട് ഒരു കാര്യം ചോദിക്കുന്നു, അയാൾ നോ ഇല്ല എന്ന് പറയുന്ന റെസ്പോൺസ് അല്ല. അപ്പോൾ അതേപോലെ തന്നെ ചില പ്രാർത്ഥനയ്ക്കുള്ള റെസ്പോൺസ് നോ ആയിരിക്കാം, അല്ലെങ്കിൽ മോനെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. അപ്പോൾ അതിൻ്റെ റീസണാണ് നമ്മൾ മുമ്പോട്ട് നോക്കിയത്. ബട്ട് ഇവിടെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇംപേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ വിചാരം നമുക്ക് പ്രാർത്ഥിക്കുന്ന എല്ലാം തരുന്ന ഒരാളാണ് ദൈവം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അപ്പപ്പോൾ കാര്യങ്ങൾ കിട്ടണം. കാരണം നമ്മുടെ പ്ലാനുകൾ ഉണ്ടാവാം, നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ആൾക്കാരുടെ ചോദ്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, നമ്മുടെ ചിന്തകളല്ല ദൈവത്തിൻ്റെ ചിന്ത, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴി. അപ്പൊ എന്താണ് ദൈവത്തിന്റെ വഴി? അത് നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. ലൈക്ക് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പൊ ചില സമയത്ത് നോ അല്ലെങ്കിൽ വെയിറ്റ് എന്നുള്ളത് നമ്മുടെ ഗുഡ്നസ്സിന് വേണ്ടിയായിരിക്കാം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമ്മൾ നോക്കി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇസ്രായേൽ മക്കളുടെ ഒരു എക്സാമ്പിളാണ്. ആ ഒരു കാര്യം നമ്മൾ ബൈബിളിൽ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇത് തന്നെ നമ്മൾ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് നമ്മൾ ഇസ്രായേൽ മക്കളുടെ ആ ഒരു സ്റ്റോറിയാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം അവരെ ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തിലോട്ടേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് ആണല്ലോ. അപ്പൊ അവിടെ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നും ഡിസ്കസ് ചെയ്ത് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതായിട്ട് പുറപ്പാട് എക്സഡസ് 23 ആണ് എടുക്കുന്നത്. അതിന്റെ 27 തൊട്ട് 30 വാക്യങ്ങളിലാണ് ഈ ഒരു ഞാൻ പറയുന്ന ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അപ്പൊ ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേൽ മക്കൾ അവരുടെ ദൈവം ഗൈഡ് ചെയ്ത പ്രകാരം വാഗ്ദത്ത നാട്ടിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ അവർ ദൈവം പറയാണ്, കാരണം ഈ പോകുന്ന ഇടയ്ക്ക് അവർക്ക് പല സ്ഥലത്ത് സെറ്റിൽ ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ പല ലാൻഡുകളിൽ അവർക്ക് പാസ് ചെയ്യണം, അല്ലെങ്കിൽ പല ലാൻഡുകളിൽ അവർക്ക് കുറച്ച് നാൾ നിൽക്കേണ്ട, അങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ദൈവം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മുമ്പാകെ ട്രാവൽ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ദൂതന് അയച്ച് നിങ്ങളുടെ മുമ്പാകെ അയച്ച് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വഴികളെയും ഇതേപോലെ ലാൻഡുകളെയൊക്കെ പ്രിപ്പയർ ചെയ്ത് ഐ വിൽ പ്രിപ്പയർ ദ വേ ഫോർ യു എന്നുള്ളത് ദൈവം പറയാണ്. അപ്പൊ അതിന് ദൂതനെ അയക്കും എന്നുള്ളത് പറയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിന്റെ 29ാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നു, ബട്ട് ഞാനിത് ചെയ്യുന്നത് ലിറ്റിൽ ബൈ ലിറ്റിൽ ആയിരിക്കും. അതായത് കുറേശ്ശെ ആയിരിക്കും ചെയ്യുന്നത്, മെല്ലെ ആയിരിക്കും ചെയ്യുന്നത്. ഇതേ കാര്യമാണ് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ദൈവം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം എന്നാണ്, പക്ഷെ നമുക്കതിൻ്റെ ഒരു ആൻസർ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് കാണുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, ദൈവം വഴി ഒരുക്കുന്നുണ്ട്, പക്ഷെ എന്താന്ന് വെച്ചാൽ ലിറ്റിൽ ബൈ ലിറ്റിൽ ആണെന്ന് മാത്രം. ഇവിടെ അതിന്റെ റീസൺ കൂടെ കാണുമ്പോഴാണ് നമുക്ക് ആ ദൈവത്തിന്റെ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു കരുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ അതിന്റെ താഴോട്ട് ദൈവം അതിന്റെ റീസൺ പറയാണ്, ഞാൻ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഈ ആൾക്കാരെയൊക്കെ ആ ലാൻഡ്, ഇപ്പൊ നമ്മൾ പറയുന്നത് അവരൊരു ലാൻഡിലോട്ടേക്ക് പോവുകയാണ്. അപ്പൊ ലാൻഡിൽ ഓൾറെഡി ഉള്ള ആൾക്കാരെ മാറ്റണമല്ലോ. അപ്പൊ ഒറ്റയടിക്ക് മാറ്റി കഴിഞ്ഞാൽ അത് വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, വലിയൊരു ലാൻഡാണ്. അപ്പൊ നിങ്ങൾക്ക് പക്ഷെ അത്രയ്ക്കുള്ള ഒരു പോപ്പുലേഷൻ ആയിട്ടില്ല ഇസ്രായേൽ മക്കളോടെ. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ലാൻഡിൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ ആയിട്ട് ആ ലാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് അതേ സമയത്ത് തന്നെ വൈൽഡ് ആനിമൽസ് ഒക്കെ നിങ്ങളെ ആക്രമിക്കാനുള്ള ചാൻസും ഉണ്ട്, കാരണം അത്രയും വലിയൊരു ലാൻഡാണ്, നിങ്ങൾ അതിനുള്ള പോപ്പുലേഷൻ ആയിട്ടില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു, ഇവരെ ഈ ലാൻഡിലുള്ള ഓൾറെഡി ഉള്ള ആൾക്കാരെ മെല്ലെ പുറത്താക്കുന്നുള്ളൂ. ലൈക്ക്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവം ആക്ട് ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷെ ലിറ്റിൽ ബൈ ലിറ്റിൽ ടൈം എടുത്ത് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ അത് ദൈവത്തിന്റെ ഈ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ ഇപ്പുറത്തെ ഇസ്രായേൽ മക്കള് പോപ്പുലേഷൻ കൂടുന്നു, അവർ സ്ട്രോങ് ആവുന്നു. ആൻഡ് വെൻ ദ റൈറ്റ് ടൈം കംസ് ഇവർ മൊത്തത്തിലായിട്ട് ഇവിടെ നിന്ന് മാറുന്നു, ഇസ്രായേൽ മക്കൾ ഇങ്ങോട്ട് വരുന്നു. ആൻഡ് ആ ഒരു വരുന്ന സമയത്ത് അവർക്ക് ഒരു ദോഷമോ ഒന്നുമില്ല, അവർക്ക് കംപ്ലീറ്റ് ഗുഡ്നെസ് ആണ്. കാരണം ആ ഒരു ബ്ലെസ്സിങ്, ലാൻഡിന്റെ എല്ലാ ബ്ലെസ്സിങ്സും അവർക്ക് യൂസ് ചെയ്യാം. കാരണം അവർക്ക് അതിനുള്ള പോപ്പുലേഷൻ ആയി, അതേപോലെ തന്നെ അവർ അതേപോലെ സ്ട്രോങ് ആയി. ഇപ്പോൾ വൈൽഡ് ആനിമൽസ് വരാനുള്ള ചാൻസ് കുറവാണ്, വന്നാലും അതിനെ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു റിസോഴ്സസ് അവർക്കിപ്പോൾ ആയി. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു ദൈവത്തിന്റെ ആക്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ വഴി അല്ലെങ്കിൽ ഒരു പ്രവർത്തിക്കുന്ന രീതി കണ്ടാൽ മനസ്സിലാവും എന്തോരം നമ്മളെ കരുതുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗുഡ്നെസ്സിന് വേണ്ടി എന്തോരം പ്ലാൻ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു അപ്പനാണ് നമ്മുടെ കൂടെ, അല്ലെ? അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ചില സമയത്ത് ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ നമ്മളാണ് ഇംപേഷ്യൻ, നമുക്കാണ് വിശ്വാസമില്ലാത്തത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ദൈവം മെല്ലെ ടൈം എടുത്ത് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നോ എന്നുള്ള ഒരു ആൻസർ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട അത്രേ ഉള്ളൂ, അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ അത്രയും കരുതുന്ന ഒരു അപ്പനാണ്, ആ ഒരു അപ്പനോടാണ് നമ്മൾ ഓരോ റിക്വസ്റ്റ് ചോദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി മെല്ലെ ആണെങ്കിലും നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. മനസ്സിലാക്കി വിശ്വാസത്തോടെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നേരത്തെ നമ്മൾ വചനം പറയുന്ന പോലെ തന്നെ അതിൻ്റെതായ സമയത്ത് വെൻ ദ റൈറ്റ് ടൈം കംസ് ഗോഡ് വിൽ വർക്ക് ഫോർ ഇറ്റ്സ് ഗുഡ്, നല്ലതിനു വേണ്ടി ദൈവം കറക്റ്റ് സമയത്ത് പ്രവർത്തിക്കും എന്നുള്ളതാണ് വചനം നമുക്ക് തരുന്ന പ്രോമിസ്, ദൈവം നമുക്ക് തരുന്ന പ്രോമിസ്. അപ്പൊ അത് മനസ്സിലാക്കുക, ഇതാണ് ദൈവത്തിന്റെ വഴിയെന്ന് മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അതിനു വേണ്ടി ദൈവത്തിനെ വിശ്വസിച്ച് വെയിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, പ്ലാൻ ചെയ്തതും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടുവാൻ വേണ്ടിയിട്ട്, ഫോർ ഗുഡ്നെസ് ഓഫ് ഗോഡ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് കണ്ടേ, നമ്മൾ ദൈവത്തിനെ ഒബേ ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഗുഡ്നെസ്സിന് വേണ്ടിയിട്ടാണ്, ഫോർ അവർ ഓൺ ഗുഡ്നെസ്. ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാവില്ല ദൈവം പ്രവർത്തിക്കുന്നത്. പക്ഷെ ദൈവമക്കൾ, ദൈവത്തിന് വിശ്വസിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ നമ്മളത് ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച് ആ ഒരു വിശ്വാസത്തോടെ ദൈവത്തിൽ വെയിറ്റ് ചെയ്യാം. മറ്റേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒബേ എന്ന് കണ്ടതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, വെയിറ്റ് എന്നുള്ളതാണ്. കാരണം ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, മേ ബി ലിറ്റിൽ ബൈ ലിറ്റിൽ ആയിരിക്കാം, പക്ഷെ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ അപ്പനാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതേ സമയത്ത് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുക, വിശ്വാസത്തോടെ വെയിറ്റ് ചെയ്യുക.